എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസായിട്ട് സിക്സ് പാക്കിൻ്റെ നെഗറ്റീവ്സ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്, അല്ലെങ്കിൽ സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ലോങ് ടൈമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് ശരിക്കും പുതിയ ആൾക്കാരുടെ കാര്യമാണ്. അതായത് ഒരു ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയും ലോ ബോഡി ഫാറ്റിലേക്ക് പോയിട്ട് വേണം ചെയ്യാൻ. ഇനി സിക്സ് പാക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ട് വയറിൻ്റെ മീതുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ് ഈ സിക്സ് പാക്ക് എന്ന് പറയുന്നത്. ചിലവർക്ക് 4 പാക്ക് ഉണ്ടാവുള്ളൂ, ചിലവർക്ക് 6 ഉണ്ടാവും, 8 ഉണ്ടാവും, 10 ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ജെനറ്റിക്സ് അനുസരിച്ചിട്ടാണ് ആ മസിൽ ഗ്രൂപ്പ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിന് ടൈമാണ് മേജർ ഫാക്ടർ. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ഹെവി ആയിട്ട് കോമ്പൗണ്ട് മൂവ്സ്, സ്ക്വാട്സ്, ഡെഡ് ലിഫ്റ്റ്, പിന്നെ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്സ്, അങ്ങനെ കോറിന് ഒരുപാട് സ്ട്രെങ്ത്ത് യൂസ് ചെയ്യുന്ന കുറേ വേരിയേഷൻസ്, കുറേ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്ത് നമ്മളുടെ ബോഡി ഫാറ്റ് ലെവൽ കുറേ കാലം ട്രെയിൻ ചെയ്യുമ്പോൾ നോർമലി അത് കുറഞ്ഞ് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുമല്ലോ, നമ്മളുടെ മസിൽ, ബോൺ, പിന്നെ ഫാറ്റ് മാസ്, വാട്ടർ മാസ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് വെയ്റ്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അത് ഒപ്റ്റിമൈസ് ആവുന്നൊരു സ്റ്റേജ് ഉണ്ട്. അതായത് മസിൽ മാസ് കൂടി ഫാറ്റ് മാസ് കുറഞ്ഞ് അങ്ങനെ തന്നെ ശരീരത്തിൻ്റെ നോർമൽ ഒരു ഫാക്ടർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ടൈം വരും. ആ സമയത്ത് നിങ്ങൾക്ക് സിക്സ് പാക്ക് പുറത്തേക്ക് കാണും. പക്ഷെ അത് വർഷങ്ങളോളം ട്രെയിൻ ചെയ്യുന്നവർക്കാണ് അത് വരുള്ളൂ കേട്ടോ. അത് ഭയങ്കര ഇൻറ്റൻസായിട്ട് ഹെവി വെയിറ്റൊക്കെ ട്രെയിൻ ചെയ്യുന്നവർക്കാണ് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റും. അതാണ് ഹെൽത്തിയസ്റ്റ് ഫോം. അതാണ് ഒരു മനുഷ്യന് എത്താൻ പറ്റുന്ന പെർഫോമൻസിൻ്റെയും ഫിസിക്കിൻ്റെയും ഒക്കെ ഹെൽത്തിയസ്റ്റ് ആൻഡ് മോസ്റ്റ് പീക്ക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടാണ് നിങ്ങൾക്ക് സിക്സ് പാക്ക് ഉള്ളതെന്ന് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് തിങ്സ് യു ക്യാൻ ഹാവ്. ഓക്കെ, അപ്പോൾ സിക്സ് പാക്ക് എപ്പോഴും പ്രശ്നമല്ല. സിക്സ് പാക്ക് മാത്രം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ, കാണാം.